റബ്ബർ ഡാം ആറന്മുളയിൽ പ്രാവർത്തികമല്ലെന്ന് പള്ളിയോട സേവാ സംഘം. ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി സ്പിൽവേ, ഭാരതപ്പുഴയിലെ ബ്രിഡ്ജ് കം സ്പിൽവേ എന്നിവയുടെ മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കണമെന്ന് പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് KV സാംബദേവൻ ആവശ്യപ്പെട്ടു. ആറന്മുളയിലെ പ്രസിദ്ധമായ ഉത്രട്ടാതി ജലമേള, അതുപോലെ തന്നെ അഷ്ടമിരോഹിണി വള്ളസദ്യ, അതിനോടൊപ്പം തന്നെ 52 കരകളിലെ വഴിപാട് വള്ളസദ്യക്ക് ഇവയ്ക്കൊക്കെ കലാകാലങ്ങളിൽ പമ്പാ നദിയിലെ ജലനിരപ്പ് കുറയുന്നത് പലതരത്തിലുള്ള ഈ പ്രശ്നങ്ങൾക്കും കാരണമാവുന്നുണ്ട്. അതായത് വള്ളങ്ങൾ പാടിത്തുഴഞ്ഞ് ക്ഷേത്രക്കടവിൽ എത്താനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഉത്രട്ടാതി ജലമേളയ്ക്കും ഈ നദിയിലെ പമ്പാ നദിയിലെ ജലം താഴ്ന്നു പോകുന്നതും ഒക്കെ തന്നെ പലതരത്തിലുള്ള പ്രശ്നത്തിന് കാരണമാവുന്നുണ്ട്. അപ്പം 2008 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഉപദേഷ്ടാവ് കൂടിയായിട്ടുള്ള TK നായരാണ് ഈ റബ്ബർ ഡാം എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത്. അപ്പൊ ഇതിന് എന്ത് പറ്റി എന്നൊക്കെ നമ്മളോടൊന്ന് പറയാൻ വേണ്ടി പള്ളിയോട സേവാ സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയായ സാംബദേവനുണ്ട്. നല്ലൊരു ആശയമല്ലായിരുന്നു റബ്ബർ ഡാം? നല്ലൊരു ആശയമാണ്. അതിനെക്കുറിച്ചൊരു പ്രാഥമിക പഠനം നടത്തിയിരുന്നു. ആ പ്രാഥമിക പഠനം കഴിഞ്ഞ ശേഷം അതിൻ്റെ ഉള്ള ഒരേക സ്ഥലം ആന്ധ്രാപ്രദേശിൽ, അതും ചില ആളുകൾ പോയി കണ്ടിരുന്നു, അമരാവതി. അതിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് 20 മീറ്റർ കൂടുതൽ വീതിയുള്ള സ്ഥലത്ത് ഈ റബ്ബർ ഡാം പ്രായോഗികമല്ല എന്നതാണ്. അതായത് 2 സ്ഥലത്തും നല്ലതായ കോൺക്രീറ്റ് തൂണുകൾ, അടിയിൽ അടിത്തറയുള്ള കോൺക്രീറ്റ്, ഇതെല്ലാം ഉള്ള സ്ഥലത്ത് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ആന്ധ്ര ചെയ്തിരിക്കുന്ന ഒരു ഡാമിൻ്റെ പുറത്താണ്. ആന്ധ്രയും മറ്റൊരു സ്റ്റേറ്റ്, കർണാടക സ്റ്റേറ്റുമായിട്ട് തമ്മിലുള്ള തർക്കം വന്നപ്പോൾ ഡാമിൻ്റെ ഉയരം കിളത്തരുതെന്നും കിളത്തുന്നതിന് പകരം താൽക്കാലിക അറേഞ്ച്മെന്റ് ചെയ്യണമെന്നും പറഞ്ഞ് ചെയ്തതനുസരിച്ചാണ് ഈ റബ്ബർ ഡാം കുറച്ച് ഭാഗം, ഈ ഡാമിന്റെ ഭാഗം ഗ്യാപ്പിട്ട് അവിടെ റബ്ബർ ഡാം ഉണ്ടാക്കി വെള്ളം കൂടുന്ന സമയത്ത് ഇത് വീർപ്പിക്കുകയും അന്നേരം കൂടുതൽ വെള്ളം റിസർവ് ചെയ്യുകയും ഉണക്കുകാലത്ത് ഇത് താത്തിടുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള സ്ട്രക്ചർ ഉള്ളിടത്ത് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ആറന്മുള 360 മീറ്റർ വീതിയുണ്ട്. 360 മീറ്റർ വീതിയിൽ 2 തരത്തിൽ ഇത് ചെയ്യാവുന്നതാണ്. അന്നത്തെ പഠനം അനുസരിച്ച് അടി കോൺക്രീറ്റ് ചെയ്യണം, കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തണം. അതേ ഇതാണ് ഈ ബലൂണ് പോലുള്ള സാധനം ഫിറ്റ് ചെയ്ത്, എന്നിട്ട് ഇടയ്ക്കെല്ലാം പില്ലർ കൊടുക്കണം. അതായത് 20 മീറ്റർ വീതിയിൽ പില്ലർ കൊടുക്കണം. ആ പില്ലറിനിടയ്ക്കുള്ള ഈ ബലൂണ് നമ്മൾ ട്രാൻസ്ഫോമറുള്ള കറണ്ടും വെള്ളവും കൂടി ഉപയോഗിച്ച് ഇതിനെ ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്യുന്നതിന് ഏറ്റവും കുറഞ്ഞ് 48 മണിക്കൂറിലും വേണ്ടി വരും ഇതെല്ലാം കൂടെ ഫില്ല് ചെയ്തെടുക്കാൻ. അങ്ങനെ ഫില്ല് ചെയ്തെടുത്താൽ 48 മണിക്കൂറിന് മുമ്പിൽ വെള്ളം എല്ലാം അകത്ത് കയറും. കയറിയ ശേഷം വേണമെന്ന് നമുക്കിത് നിറയ്ക്കാൻ. അങ്ങനെ നിറച്ചാലും സൈഡൊക്കെ കെട്ടണം. സൈഡൊക്കെ കിട്ടിയില്ലെങ്കിൽ ആ സൈഡിൽ കൂടെ വെള്ളം പോവുകയും ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്, അത് കോഴിത്തോടിന് മുകളിലായിട്ടേ കെട്ടാൻ പറ്റും. കോഴിത്തോടിന് താഴെയാണെങ്കിൽ വെള്ളം അതിലെ ഒഴുകിപ്പോകും. പിന്നെ ലെവല് ആഞ്ഞിലിമുട്ടിക്കടവ് പാലം വരുമ്പോഴത്തേക്ക് നല്ല ഡെപ്താണ്. അപ്പോൾ ഫിനിഷിംഗ് പോയിന്റ് തൊട്ടടുത്ത് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ഫിനിഷിംഗ് പോയിന്റിന് ദൂരോട്ട് മാറ്റാൻ പറ്റത്തില്ല, കാരണം അങ്ങോട്ട് ഡെപ്ത് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഫിനിഷിംഗ് പോയിന്റ് അടുത്ത് ഇത് ഫിറ്റ് ചെയ്താൽ ഈ വള്ളങ്ങൾ ചെന്ന് അതിൽ ഇടിക്കാനും മറിയാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം വള്ളങ്ങളും പുള്ളിയോടങ്ങളും ഈ ഒഴുക്കുമൊക്കെ വെച്ച് നോക്കുമ്പോൾ വെള്ളം കുറഞ്ഞിരിക്കുന്ന സമയത്തോളം പോലും ഇത് അപകടമാണ്. വെള്ളം കൂടിയിരിക്കുന്ന സമയത്ത് ഈ പില്ലറുകളൊക്കെ റോഡിന് നടുക്ക് നിന്നാൽ അതിലും അപകടമാണ്. അപ്പോൾ അത് പഠിക്കാതെ ചെയ്യരുതെന്നാണ് അന്ന് കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടത്. കൂടുതൽ പഠനം നടന്നില്ല. കൂടുതൽ പഠനം നടന്ന് അത് ഫീസിബിൾ ആണെങ്കിൽ ചെയ്യുന്നതിന് തരകടൊന്നുമില്ല. പക്ഷെ ഇതുവരെയും അങ്ങനെ ഒരു പഠനം നടന്നിട്ടില്ല. ആ പഠനം ഒരു ഓക്കുലാർ പഠനം മാത്രമായിരുന്നു. നമുക്കിവിടെ പ്രപ്പോസൽ ചെയ്യാവുന്ന ഒരെണ്ണമുണ്ട്, സ്പിൽവേ ആണ്. അതായത് തോട്ടപ്പള്ളി സ്പിൽവേ പോലെ നമ്മളൊരു സ്പിൽവേ ഉണ്ടാക്കിയിട്ട് അതിനെ കിളത്തുകയും താക്കുകയും ചെയ്യുക ആവശ്യമായിട്ട്. അപ്പോൾ കർഷകർക്കും ആവശ്യമായി സൈഡിൽ കൂടെ വെള്ളം വിടാൻ പറ്റും. ഉണക്കുകാലത്ത് അടച്ചിട്ടാൽ കിണറ്റുകളിലെല്ലാം വെള്ളം കിട്ടും. അതിൻ്റെ പുറത്തൂടെ വണ്ടി ഓടിക്കാനും സാധിക്കും. സൂട്ടബിളായിട്ടുള്ള സ്ഥലത്ത് ഈ ബ്രിഡ്ജ് കം സ്പിൽവേ, അതാണ് ഏറ്റവും നല്ലതായിട്ട് കാണുന്നത്. തോട്ടപ്പള്ളി നമ്മൾ പ്രായോഗികമായിട്ട്, ഭാരതപ്പുഴയെ പ്രായോഗികമായിട്ട് ചെയ്തിട്ടുണ്ട് സ്പിൽവേ. ഇപ്പോൾ തന്നെ ചേട്ടാ, മണിയാറിൽ നിന്നാണ് നമ്മുടെ ആവശ്യത്തിന് വെള്ളം കുറഞ്ഞെങ്കിൽ നമുക്ക് നദിയിലേക്ക് വെള്ളം ഒഴുക്കി നമുക്കിവിടെ ആ ഉത്രട്ടാതി ജലമേളയുടെ സമയത്ത് വെള്ളം എത്തിക്കുന്നത്. ആ വെള്ളം ഇവിടെ എത്തിയതിന് ശേഷം അത് തടഞ്ഞു നിർത്തി നമ്മുടെ വള്ളംകളിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ? അത് ഒഴുകിപ്പോകില്ലേ? ശരിക്കും അത് ഒഴുകിപ്പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ കരകളിലുള്ള ഈ കിണറുകളൊക്കെ പറ്റുന്നുണ്ട്. ആ സമയത്തൊക്കെ പ്രയോജനപ്പെടാവുന്നതാണ് ഈ സ്പിൽവേ ആണെങ്കിൽ. സ്പില്ലേ 2 or 3 സ്പില്ലേ തുറന്നു വെക്കാം. അതിനകത്ത് വള്ളങ്ങളൊക്കെ കയറി വരികയും യഥേഷ്ടം പോവുകയും വരികയും ചെയ്യും. അതുപോലെ അത് കുറച്ച് താഴെ ആഞ്ഞിലിമുട്ടിക്കടവിന് പാലത്തിന് അടുത്തായിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഫിനിഷിംഗ് പോയിന്റിലും പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഏറ്റവും ഉചിതമായ ഒരു മാർഗം എന്ന് പറയുന്നത് ഇപ്പോൾ സ്പിൽവേ ആണ്.
തോട്ടപ്പള്ളി സ്പിൽവേ അതിൻ്റെ ഒരു മിനി മോഡൽ, അത്ര കിളറ് വേണമെന്നില്ല, ഒരു 6 അടി വെള്ളമെങ്കിൽ നിർത്താവുന്ന തരത്തിൽ ഒരു സ്പിൽവേ ഉണ്ടാക്കുകയാണെങ്കിൽ ചെലവ് കുറഞ്ഞിരിക്കും. അത് ഫീസിബിളാണ്. ശാസ്ത്രീയമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതല്ല. ആവശ്യമുള്ളപ്പം വെള്ളം പൊങ്ങുന്ന സമയത്ത് മുഴുവനായിട്ട് തുറന്നു വെക്കാം. പാലം പോലെ നിൽക്കുന്നതുകൊണ്ട് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാവുന്നതുമല്ല. ഈ റബ്ബർ ഡാം എന്ന് പറയുന്നത് പ്രായോഗികമായി ഇന്ത്യയിൽ കാര്യമായി ചെയ്തിട്ടില്ല. അതുകൊണ്ടൊരു ആശങ്കയാണ് ഞങ്ങൾ പറഞ്ഞത്. കണ്ടിട്ടില്ല, താനും അത് പ്രായോഗികമായി ഇവിടെങ്ങും പ്രയോഗിച്ചിട്ട് വരും. അപ്പം അതുകൊണ്ട് ഒരു 100% അതിനെക്കുറിച്ച് ഉത്തരം പറയാൻ നമ്മളാരും പ്രാപ്തരല്ല. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.